ഇന്നു മുതൽ എൻ്റെ ബെഡിന് പകരം ദാ ഈ ഒരു ഐറ്റമാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. ഇതെന്താണെന്നുള്ളത് ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജിൻഷ ബഷീർ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഈ ബെഡ് മാറ്റുക എന്ന് പറഞ്ഞല്ലോ. ഈ ഒരു ബെഡ് പ്രമുഖ ബ്രാൻഡിൻ്റെ നല്ല രീതിയിൽ വില കൊടുത്തിട്ട് ഏറ്റവും നല്ല വിലയിൽ തന്നെ വാങ്ങിയതാണ് ഈ ബെഡ്. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡസ്റ്റിൻ്റെ പ്രോബ്ലം എനിക്കുണ്ടാവുന്നുണ്ട്, എനിക്ക് മകൾക്കും ഉണ്ടാവുന്നുണ്ട്, അലർജി ഉണ്ടാവുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ വെള്ളമൊക്കെ കുട്ടിയുടെ കയ്യിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ അത് അതിനകത്ത് കിടന്നിട്ട് സ്മെല്ലാവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട്, അതായത് ഇതിനകത്ത് വെള്ളം വീണ് കഴിഞ്ഞാൽ പിന്നെ റൂം അടച്ചിട്ട് കഴിഞ്ഞാൽ സ്മെല്ലാണ്, കുറച്ച് 2-3 ദിവസത്തേക്ക് സ്മെല്ലൊക്കെയാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഏത് ബെഡിലേക്ക് പോകാമെന്ന് കരുതി അങ്ങനെ ലാസ്റ്റ് നമുക്കൊരു ബെഡ് കിട്ടി. അതാണ് ഈ കിടക്കുന്നത്. ഒരു ചെറുതായിട്ട് നിങ്ങൾക്ക് കാണും, പക്ഷേ ഈ ബെഡ് നമ്മൾ ഇവിടോട്ട് ഇപ്പോൾ വിരിച്ചു കഴിഞ്ഞാൽ ഇതിലും വലിയൊരു ബെഡായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നമുക്കൊന്ന് ഒരുമിച്ച് കാണാം. വാ, നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇതൊന്നും മൂവ് ആകത്തില്ല, നല്ല വെയിറ്റ് ഉള്ള സംഭവമാണ്. ഈ ഒരു പാക്കറ്റ്, ഈ ഒരു കവർ മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് അതിലും വലിയൊരു കവറിലാണ് ഇതിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഒറ്റയ്ക്കൊന്നും മാനേജ് ചെയ്യാൻ നടക്കില്ല, എന്നെ ഹെൽപ്പ് ചെയ്യാൻ 2-3 പേരെങ്കിലും വേണം. അപ്പോൾ നമുക്കിത് ആദ്യം പൊട്ടിച്ച് ഇതിലേക്ക് വിരിക്കാം. അങ്ങനെ നമ്മുടെ ഈ പ്രോഡക്റ്റ് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഒരു കവർ ഞാൻ ഓപ്പൺ ചെയ്ത കവർ റിമൂവ് ചെയ്തു. അതിനുശേഷം ബാക്കിയുള്ള കവറുകൾ റിമൂവ് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുന്നു. ഇതിനകത്തൊരു കാറ്റലോഗ് ഉണ്ട്. അതിനകത്ത് നോക്കിയാൽ ഇത് എങ്ങനെ അൺബോക്സ് ചെയ്യാമെന്നുള്ളത്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് എങ്ങനെ അൺബോക്സ് ചെയ്യാമെന്നുള്ള കാര്യം അതിനകത്ത് തന്നെയുണ്ട്. കാറ്റലോഗിനൊപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഒരു വാറണ്ടി പേപ്പർ കൂടി കിട്ടും. അതിനകത്ത് നിങ്ങൾക്ക് 10 years ആണ് ഇതിൻ്റെ വാറണ്ടി എന്ന് പറയുന്നത്. ഈ ഒരു ബെഡിൻ്റെ, ഈ മാട്രസിൻ്റെ വാറണ്ടി 10 years ആണ്. ഇനി 3ാമത്തെ കവറാണ്. ഇത് അത്രയും സെക്യൂർ ആയിട്ടാണ് നമ്മുടെ കയ്യിലെത്തുന്നത്. അപ്പോൾ ഈ 3ാമത്തെ കവർ നമുക്ക് റിമൂവ് ചെയ്യാം. നമ്മുടെ ബെഡ് നൂന്ന് വരുന്നുണ്ട്. ഇത് ഒരു 6 hours എടുക്കും പൂർണ്ണമായിട്ടും നിവർന്ന് വരണം. പക്ഷെ ഇപ്പം തന്നെ അത് നിവർന്നോളും. ഇനി നമുക്കിത് ഒരിക്കലും ചുരുട്ടി വെക്കാൻ പറ്റത്തില്ല കേട്ടോ, ഒറ്റത്തവണ നമുക്ക് ചുരുട്ടി വെക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ പഴയ ബെഡ് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറച്ച് വെയിറ്റാണ് രണ്ടും. ഓക്കെ, അങ്ങനെ നമ്മുടെ പുതിയ ബെഡ് അതിലേക്ക് വീണു. ഐക്കെയർ മാട്രസ് വാങ്ങാനുള്ള പ്രധാന കാരണം നമ്മുടെ ബെഡുകൾ ഏറ്റവും നല്ല സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് കാലിഫോർണിയൻ സ്റ്റാൻഡേർഡാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഐക്കെയറിൻ്റെ മാട്രസിൻ്റെ സ്റ്റാൻഡേർഡ് ഞാനൊന്ന് പറഞ്ഞുതരാം. അമേരിക്കൻ കൺസെപ്റ്റിൽ കാലിഫോർണിയൻ സ്റ്റാൻഡേർഡിലാണ് നമ്മുടെ ഈ മാട്രസ് ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഐക്കെയർ ഇവിടെ വന്നത് തന്നെ. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ബെഡിലോട്ടൊന്ന് ഇരിക്കാം. ഈ ഒരു ബെഡിൻ്റെ ഏറ്റവും കൂടുതൽ, അതായത് സാധാ ഒരുപാട് ബെഡുകളുണ്ട്, ഒരുപാട് പ്രത്യേകതകളുള്ള പല ബെഡുകളുണ്ട്. പക്ഷെ നമ്മളുടെ യുണീക്കായിട്ടുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നമ്മുടെ യുണീക്കായ പ്രത്യേകത വെച്ചാൽ ഒന്നും മാത്രമല്ല, ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരു ബെഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലുണ്ടാവും. അത് നമുക്ക് കൃത്യമായിട്ടുള്ള ആൾക്ക് പറയാൻ പറ്റില്ല, പക്ഷെ ഉപയോഗിക്കുമ്പോൾ കറക്റ്റ് പറയാൻ പറ്റില്ല, ഇതാണ് എൻ്റെ സാധനം എന്നുള്ളത്. ഞാനിതിനകത്ത് ഇരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ പ്രത്യേകത ഞാനൊന്ന് പറയാം. ഞങ്ങളിത് ഓപ്പൺ ചെയ്തിട്ടതിന് ശേഷം ഹാഫ് ആൻ അവർ ഇത് ഉപയോഗിച്ചതിന് ശേഷമുള്ള റിവ്യൂ ആണ്. നമ്മൾ ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് സോഫ്റ്റ് ആയിട്ട് ഇത് കുഴിയുന്ന പോലെ ഫീൽ ചെയ്യും. നമ്മൾ എഴുന്നേറ്റ് കഴിയുമ്പോൾ അത് പക്ക നോർമലായിട്ട് ആ ബെഡ് വരും. സാധാരണ നമ്മൾ ബെഡുകൾ യൂസ് ചെയ്യുമ്പോൾ കുഴിഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ കുഴിഞ്ഞു തന്നെ പോകും. ഞാൻ എൻ്റെ കൈ കാണിച്ചു തരാം. ഇതിലേക്ക് ഞാൻ പ്രസ് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള ഗ്യാപ്പിലേക്ക് ഈ ബെഡ് ഫില്ലാവുന്നുണ്ടോ. അതായത് നമ്മൾ നടുവേദനയൊക്കെ ഉള്ളവർക്ക് ഇതിലേക്ക് കിടക്കുന്ന സമയത്ത് നടുവിൻ്റെ ഭാഗത്ത് കുഴിഞ്ഞു പോകാതെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടും. അപ്പോൾ നടുവേദന ഉള്ളവർക്ക് ബെനിഫിറ്റ് ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. കാരണം എനിക്ക് മകളെ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ മുതൽ നടുവേദനയുണ്ട്. അപ്പോൾ ഇതിൽ കിടന്നപ്പോൾ എനിക്ക് തോന്നിയ ഒരു പെർഫെക്ഷൻ, അല്ലെങ്കിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം, പ്രൊട്ടക്ഷൻ, ബോഡിക്ക് നല്ലൊരു പ്രൊട്ടക്ഷൻ കിട്ടും. ഗ്യാപ്പുള്ള ഭാഗത്തേക്ക് നമുക്ക് ബെഡ് വന്ന് കവർ ചെയ്യുന്നൊരു ഫീൽ കിട്ടും. ഓക്കെ, ഇനി നമ്മളുടെ എനിക്ക് തോന്നിയത് ഈ പറഞ്ഞാൽ എന്താ വ്യത്യാസം കാര്യം എന്താ പറഞ്ഞാൽ, ഇതിൽ നമ്മൾ എന്തുകൊണ്ടാണ് നടുവേദന, ഇതിൽ കിടന്ന നടുവേദന മാറില്ല. പക്ഷേ നടുവേദന വർദ്ധിക്കാൻ കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ബെഡ് സ്പ്രിങ് ആവുന്ന സമയത്ത് ഇതിൽ സപ്പോർട്ട് വരുന്നില്ല. അപ്പോൾ സപ്പോർട്ട് വരാതിരിക്കുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് നടക്കില്ല. ഇത് സ്പൈൻ കെയർ ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ജിൻഷ നേരത്തെ കാണിച്ച രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ ഫോമുകൾ, ഇതിൻ്റെ മുകളിൽ ലെയർ മെമ്മറി ഫോമാണ്. ഈ മെമ്മറി ഫോം നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഒട്ടി നിൽക്കുന്നുണ്ട്. ശരീരത്തിൻ്റെ എല്ലാ പിൻ പോയിന്റുകളും, ബ്ലഡ് സർക്കുലേഷന് ഈ ഉത്തേജനം കൂട്ടുന്ന പിൻ പോയിന്റുകൾ ശരിക്കും ടച്ച് ചെയ്യും. അപ്പോൾ സർക്കുലേഷൻ കറക്റ്റ് നടക്കുകയും ചെയ്യും. നമ്മുടെ വേദനയുള്ള ഭാഗത്ത് ഒട്ടി നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് വേദന ഇല്ല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഊരവേദനയ്ക്ക് ശമനം കിട്ടുന്നത് ഞങ്ങൾ പറയാൻ കാരണം. ഒരു കാര്യം പറയട്ടെ, ഇതിപ്പോൾ എല്ലാ ബെഡുകാരും പറയുന്ന ഒരു കാര്യം, ഇതിനകത്ത് ഇന്ന ഫോമാണ് അല്ലെങ്കിൽ ഇന്ന കാര്യമാണ്. അപ്പോൾ ഇതിൽ എന്തുവാ വിശ്വാസമുള്ള എല്ലാ ബെഡിനകത്തുള്ളത് ഞങ്ങൾ കാണുന്ന അല്ലെങ്കിൽ വാങ്ങുന്ന കസ്റ്റമേഴ്സ് അങ്ങ് അന്ധമായിട്ട് വിശ്വസിക്കും. ശരിയാ, നിങ്ങൾ പറഞ്ഞ എല്ലാ ഐറ്റവും ഉണ്ട്, നടുവേദനയ്ക്ക് പരിഹാരമുണ്ട്. പക്ഷേ ഇതിനകത്തുള്ളൊരു സാധനം ഞങ്ങൾക്ക് കാണാൻ കൂടി കഴിയത്തില്ല. ഇത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണാൻ പറ്റും. സാധാരണ ബെഡ് കമ്പനികൾ എല്ലാവരും തന്നെ ക്ലെയിം ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്കിത് കാണാൻ പറ്റില്ല. നമ്മുടെ കമ്പനിയുടെ ബെഡ് ക്ലെയിം ചെയ്ത് നമുക്ക് കാണാൻ പറ്റും.
അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് സിബ്ബർ ഉണ്ട്. ഈ സിബ്ബർ കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 ലെയർ കാണാം. അടിഭാഗത്ത് HR ഹൈ റെസിലിയൻറ്റ് ഫോമാണ്. സെക്കൻഡ് ലെയർ ചാർക്കോളാണ്. ചാർക്കോൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ടോക്സിൻസ് വലിച്ചെടുക്കാൻ, നമ്മുടെ റൂമിലെ ടോക്സിൻസ്, അതുപോലെ തന്നെ ബെഡ് തരുന്ന ടോക്സിൻസ് വലിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ എന്തെങ്കിലും ബാഡ് സ്മെല്ല് ഉണ്ടെങ്കിൽ നമുക്കത് വെച്ച് കഴിഞ്ഞാൽ ടോക്സിൻസ് വലിച്ചെടുക്കുമല്ലോ. 3ാമത്തെ ലെയർ മെമ്മറി ഫോം. അതാണ് നമ്മുടെ ശരീരത്തിന് സ്പൈൻ കെയറായി വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ബോഡി പ്രതലങ്ങളും കറക്റ്റായിട്ട് ടച്ച് ചെയ്തിട്ട് നമുക്ക് സുന്ദരമായ ഒരു ഉറക്കം അല്ലെങ്കിൽ ഒരു ഫീൽ ചെയ്യുന്നത് ആ ഒരു മെമ്മറി ഫോമാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. മറ്റൊന്ന് ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതിന് ഒരിക്കലും തീ പിടിക്കും, പക്ഷെ അത് ഫ്ലെയിം ആയിട്ട് വരില്ല, അത് കത്തിപ്പെടില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ വീടും അതുപോലെ ഫ്ലാറ്റുകളൊക്കെ തീ പിടിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഡേഞ്ചർ ബെഡാണ് ഇത് ആളിപ്പടർത്തത്. പല കാരണങ്ങളൊന്നും അതാണ്. അപ്പോൾ അതില്ല, അതിങ്ങനെ തീ ആളിപ്പടരില്ല. ഇനിയുള്ളത് ഈ ബെഡിനകത്ത് അലർജി ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇത് അലർജി ഉണ്ടാവത്തില്ലെന്ന് പറയാൻ കാരണം? ഈ ബെഡ് കൊണ്ട് നമുക്ക് ഈ സിപ്പ് കവർ ഇട്ട 2 കാര്യമുണ്ട്. ഒന്ന്, നമുക്ക് നേരത്തെ പറഞ്ഞ രീതിയിൽ അകത്ത് കൃത്യമായിട്ട് കാണാൻ പറ്റും ബെഡിൻ്റെ ഇൻസൈഡ് എന്താണെന്നുള്ളത്. 2ാമത്തെ കാര്യം, ഈ സിപ്പ് കവർ ഇത് എടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും, ആ കവർ അങ്ങ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൊണ്ട് വാഷ് ചെയ്യാൻ പറ്റും. ഈ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി ഡിസ്ചാർജ് വരും, നമ്മുടെ സെൽസൊക്കെ വരും, അതുപോലെ തന്നെ നമ്മുടെ ബോഡി വേസ്റ്റുകളൊക്കെ ഉണ്ടാവും. ഇതിങ്ങനെ അടിഞ്ഞു കൂടും. അപ്പോൾ ബെഡ്ഷീറ്റ് വിരിച്ച് കഴിഞ്ഞാലും അകത്തേക്ക് പോകും. അതിനെ കഴിക്കാൻ വേണ്ടി ചെറിയ കൃമികൾ ഉണ്ടാവുകയും ചെയ്യും. ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ടാണ് നമ്മൾ ശ്വസിക്കുമ്പോഴാണ് നമുക്ക് അലർജി വരുന്നത്. അപ്പോൾ അതിന് സാധാരണ മുൻകാലങ്ങളിലൊക്കെ നമ്മൾ ബെഡ് വെയിലത്തിൽ ഉണക്കും. അങ്ങനെ ഉണക്കി കഴിഞ്ഞാലും ഇതൊന്നും നശിക്കില്ല. അതിനാണ് നമ്മൾ ഈ സിപ്പ് കവർ ഊരിക്കഴിഞ്ഞ് കൃത്യമായിട്ട് 2 മാസം കൂടുമ്പോൾ അലക്കുകയാണെങ്കിൽ നമുക്ക് അലർജി പ്രശ്നം വരികയില്ല. ഇതുകൊണ്ടാണ് അലർജി വരില്ല. ഓക്കെ, നമ്മുടെ കവർ എന്ന് പറയുന്നത് ഈ ഒരു ഐറ്റം ആണ് നമ്മൾ റിമൂവ് ചെയ്ത് വാഷ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവത്തില്ല. ഒരു പ്രത്യേകതയോട് പറയാനുണ്ട്, ഇത് ഇപ്പോൾ ഈ നിൽക്കുന്ന ബെഡിന്റെ എയർ നിങ്ങളുടെ റൂമിലുള്ള എയർ ആണിത്. അതെങ്ങനെ ഞാൻ വിശ്വസിക്കും? നിങ്ങൾ കൊണ്ടുവന്ന എയറല്ലേ ഈ സംഭവം? അല്ലല്ല, ഞങ്ങൾ കൊണ്ടുവന്നത് റോളായിട്ട് അതിൽ എയർ ഇല്ല. അപ്പൊ ഞങ്ങൾ പ്രൊഡക്ഷൻ സമയത്ത് പ്രൊഡക്ഷൻ കഴിഞ്ഞാൽ കംപ്രസ് ചെയ്യും. എയർ കംപ്ലീറ്റ് സക്ക് ചെയ്തെടുക്കും. അതുപോലെ അതിനുണ്ടാകുന്ന ബാക്കി കെമിക്കലും സക്ക് ചെയ്തെടുക്കും. എന്നിട്ട് റോൾ ചെയ്യും. വാക്വമായിട്ട് റോൾ ചെയ്യുന്നത്. പിന്നീട് വന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ എയർ ഫില്ല് ചെയ്യുന്നത്. നമ്മുടെ റൂമിലെ എയർ ആണ്. അതുകൊണ്ടാണ് ഇത് ബ്രീത്തബിൾ ആണ്. ബ്രീത്തബിൾ ആണ്. അലർജി വരാതിരിക്കാൻ അതും കൂടെ ഒരു കാരണമാണ്. ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, ഇത് ഇതിന്റെ പ്രൊട്ടക്ടർ ആണ്. ഇതിന്റെ മുകളിൽ ബെഡിന് മുകളിൽ ഇടാനുള്ള ഒരു ഐറ്റം ആണ്. ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്ന അമ്മമാരുണ്ടാവും. അപ്പോൾ ആ കുഞ്ഞിപ്പോൾ കൗട്ടി ബെഡിലേക്ക് വീഴും. അത് അത്യാവശ്യം നല്ല സ്മെല്ലായിരിക്കും കുഞ്ഞുങ്ങൾ കൗട്ടി വരുന്ന ഐറ്റത്തിന്. അപ്പോൾ അത് ആ ഒരു ഭാഗം ഇതിനകത്ത് വീണ് കഴിഞ്ഞാൽ ഇത് താഴേക്ക് ഇറങ്ങില്ല. അതൊരു പോയിന്റാണ്. 2ാമത്തെ, കുട്ടികളുടെ കയ്യിൽ ചായയോ പാലോ ജ്യൂസോ എന്ത് പോയാലും ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിന് താഴേക്ക് പോകില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിനകത്ത്. ഒരു ലിക്വിഡ്, അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ രാത്രിയിൽ മൂത്രം ഒഴിക്കും. കൊച്ചു കുഞ്ഞുങ്ങൾ 3 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾ രാത്രി മൂത്രം ഒഴിക്കുമ്പോൾ രാവിലെ ഭയങ്കര സ്മെല്ലായിരിക്കും. ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് മൂത്രം താഴേക്കും പോകത്തില്ല. ജിൻഷ, ഈ മെറ്റീരിയൽ കോട്ടൺ ആണ്. അതെ. ഓക്കെ. അപ്പോൾ ഈ ഐക്കെയർ മാട്രസ് നമുക്ക് എവിടെ നിന്ന് വാങ്ങാൻ പറ്റും? ഐക്കെയർ മാട്രസ് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 8 മാസത്തോളമായി. കോഴിക്കോട് അതിന്റെ ഹെഡ് ഓഫീസ് ഉള്ളത്. എറണാകുളം 8 മാസമായി സ്റ്റാർട്ട് ചെയ്യുന്ന 30 years ഓഫ് എക്സ്പീരിയൻസ് ആണ്. 8 മാസമായിട്ട് ഇപ്പോൾ ഈ ബെഡ് നമ്മൾ 8 മാസമായിട്ട് കേരളത്തിലേക്ക് വന്നത്. ഈ കമ്പനി മൊത്തം 30 വർഷത്തിന് ഏറെ പരിചയമുണ്ട് ഫോമിൽ. അതുപോലെ തന്നെ ഇന്ത്യയുടെ പല ഭാഗത്ത് വിൽക്കുന്നുണ്ട്. നമ്മൾ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് വളരെ റീസെന്റ് സ്റ്റാർട്ട് ചെയ്ത്. ഓക്കെ, എങ്ങനെയൊക്കെ വാങ്ങാം അതൊന്ന് പറയോ? അത് നമ്മളിപ്പോൾ ഓൺലൈനായി എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിൽ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരെ വീട്ടിൽ എത്തിച്ചു കൊടുക്കും. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ, വാട്സപ്പോ അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നമ്മൾ ഐക്കെയർ എത്തിച്ചു കൊടുക്കും അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് പല വീട്ടിലും കിങ് സൈസ് ഉണ്ടാകും, ചിലപ്പോൾ സിംഗിൾ സൈസ് ആയിരിക്കും. അപ്പോൾ ഏതാണെന്നുള്ളത് നിങ്ങൾ പറഞ്ഞാൽ കസ്റ്റമൈസ്ഡ് ആണ് അല്ലേ? നിങ്ങൾ പറയുന്ന അളവിൽ നിങ്ങളുടെ വീട്ടിലെ സാധനം എത്തും. നിങ്ങൾക്കൊന്ന് നോക്കാം, അല്ലെ നിങ്ങളുടെ വീട്ടിൽ ഡെമോ വേണമെങ്കിൽ ഡെമോ എത്തിച്ചു കൊടുക്കത്തില്ല. തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് നോക്കി കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം നിങ്ങൾ ഇത് പ്രൊസീഡ് ചെയ്താൽ മതി. ഐക്കെയറിന്റെ ഒരു ക്യാപ്ഷൻ ഇതാണ്, മൈ ബെഡ് മൈ ലൈഫ്. കേൾക്കാൻ തന്നെ ഒരു രസമുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള കിഡിലൻ വീഡിയോകളുമായിട്ട് ഞങ്ങൾ എത്തും. മറക്കണ്ട, ജിൻഷാ ബഷീർ എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, ജിൻഷാ ബഷീർ എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ കാണാം. അതുവരയ്ക്കും ബൈ ബൈ.